വന്നിട്ട് ക്രാഷ് ആവും, ഈ വണ്ടി ഓടിച്ചാൽ ക്രാഷ് ആവും, അതുകൊണ്ട് പൈലറ്റ് പറഞ്ഞ പരിപാടിക്ക് പോകണ്ട. അങ്ങനെ അവർ ആ ചിറക് കുടിച്ചു. അങ്ങനെ ഞാൻ +1 +2 എത്തി. അന്ന് ഒരു ട്രെൻഡായിരുന്നു മെഡിസിനും എഞ്ചിനീയറിംഗും, എല്ലാവർക്കും അറിയാം. ഇന്ന് മാറി, ഇന്ന് ആ ട്രെൻഡ് ഇല്ല. ഇന്ന് ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിള്ളേരെ നമ്മളൊരു ടോർച്ചർ ചെയ്യായിരുന്നു ആ സമയത്തേക്ക്. എനിക്കിപ്പോഴും അറിയാം, എൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് ഡോക്ടേഴ്സാണ്. ആ കാരണം കൊണ്ട് ഡോക്ടേഴ്സ് ആയവരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടറാക്കണം. അവർ നടത്തുന്ന ക്ലിനിക്കിന് ഒരു ഭാവി ഡോക്ടർ വേണം. അതിന് ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണമെങ്കിലും അവർ കൊടുക്കാൻ റെഡിയാണ്, എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ റെഡിയാണ്. അവൻ ഡോക്ടറാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ അങ്ങനെ. അപ്പോൾ ആ ഒരു ട്രെൻഡിന് സമയത്താണ് ഞാൻ ഈ പറഞ്ഞത്, ശരി ഞാനിപ്പോൾ ഡോക്ടറാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റിലൊക്കെ പോയി. ഒരു 2025 ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്. കേരളത്തിൽ ഒരു 3000 ആയിരുന്നു. ഗവൺമെന്റ് സീറ്റ് കിട്ടില്ല. ഗവൺമെന്റ് സീറ്റ് 1800 വേണം റാങ്ക്. 1800 അപ്പൊ എനിക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കിട്ടി. പക്ഷെ കഷ്ടകാലത്തിൽ എൻ്റെ സീനിയർ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കീം ഏകദേശം 50% ഗവൺമെന്റ് സീറ്റിൽ, അതായത് ഗവൺമെന്റ് ഫീസിൽ പഠിക്കുക, ബാക്കി 50% മാനേജ്മെന്റ് പറയുന്ന ഫീസിൽ പഠിക്കും. അതായത് എൻ്റെ തൊട്ട് സീനിയേഴ്സ്. ഞാൻ കയറിയപ്പോൾ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ഫീസാണ്. ഒരു കൊല്ലം ഏകദേശം 5.5 ലക്ഷം രൂപ വേണം. ഒരു കൊല്ലം ഏകദേശം 5.5 ലക്ഷം രൂപ വേണം. അപ്പോൾ 5 കൊല്ലമാണ് MBBS. 5 കൊല്ലത്തേക്ക് 5.5 കൂട്ടിയപ്പോൾ തന്നെ ഇപ്പൊ ഹോസ്റ്റൽ ഫീസ്, ട്യൂഷൻ ഫീസ് എല്ലാം കൂടി ചേർത്ത് ഒരു 30-35 ലക്ഷം രൂപ ചെലവാണ്. ഞാൻ ഇങ്ങനെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഗവൺമെന്റിൽ കയറാന്നുള്ള ഐഡിയയിലായിരുന്നു. ശാസ്ത്രം വേണ്ട, എനിക്കത് എന്തായാലും MBBS ഒരു കൊല്ലം മെനക്കെട്ട് പഠിച്ചിട്ടല്ലേ കിട്ടിയത്, നീ കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ പറഞ്ഞ ഉള്ളിൽ സാങ്കടം. എൻ്റെ കൂടെ MBBS കയറി പലരും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യും, എന്തായാലും എനിക്ക് ജോബ് ഉറപ്പാണ്. ആസ് എ ഡോക്ടർ എനിക്കിപ്പോൾ ഏത് ക്ലിനിക്കിൽ കയറിയാലും ഒരു 60,000-70,000 രൂപ കിട്ടും. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, ഒരു ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം, ഒരു 70,000 രൂപ കിട്ടും. ഈ പറഞ്ഞ മാസം 20,000-30,000 രൂപ നമുക്ക് ലോൺ അടയ്ക്കണം. അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണെങ്കിലും പഠിച്ചാൽ മതിയെന്ന് വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തുടങ്ങുന്ന സമയത്താണ് അച്ഛൻ ഈ ഹാരിയർ വണ്ടി എടുക്കുന്നത്. ഏകദേശം 22 ലക്ഷം രൂപ വണ്ടി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വെളിപാടുണ്ടായത്, ആസ്യം നിസ്സാരക്കാരനല്ല. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞത് പഠിച്ചാറ് കഴിഞ്ഞ വട്ടം സുരേന്ദ്ര വർഷം നമ്മളെല്ലാവരും ഗ്രേഡ് അപ്ലൈനാണ്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ ചാലക്കുടിയിൽ വന്നപ്പോൾ എടുത്ത ഒരു വാക്കിനെ സ്ട്രൈക്ക് ചെയ്തു, സാക്രിഫൈസ് ആൻഡ് റിവാർഡ് യുവർസെൽഫ്. അതാണ് അച്ഛൻ. സ്വയം സമർപ്പിക്കുക കുറച്ച് കാലത്തേക്ക്, അത് കഴിഞ്ഞ് നിങ്ങൾ ആസ്വദിക്കുക. അച്ഛൻ ഈ 3.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇത് ഡെയിലി ഈ പറഞ്ഞ വണ്ടിയിൽ നിറച്ച സാധനമായിട്ട് ഒരു ബോർഡ് ഉണ്ടാവും, അരേക്കേണ്ടത് ഒരു മൈക്ക് ഉണ്ടാവും. ഇതുപോലെ കുറേ ഹോം മീറ്റിങ്സ് ഞാൻ ഇഷ്ടംപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോരം ഹോം മീറ്റിങ്സ് നടത്തിയെന്ന് അറിയോ? എല്ലാ ഹോം മീറ്റിങ്ങിലും 5-10 ആൾക്കാരെ കാണുള്ളൂ. ഈ പറഞ്ഞ പോലെ വണ്ടിയിലെല്ലാം സജ്ജീകരണം ഉണ്ട്. അതും പടിപടിയായിട്ടായിരുന്നു. ആദ്യം ഈ പറഞ്ഞ പോലെ മൈക്കൊന്നുമില്ല, ഒരു ബോർഡും ഒരു സാധനം. പിന്നെ കുറച്ച് ആൾക്കാർ കൂടാൻ തുടങ്ങി, അപ്പോൾ മൈക്കാക്കി. പിന്നെ ഹോള് ബുക്ക് ചെയ്ത് വലിയ ആൾക്കാർ ആയി. ഇപ്പൊ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 1000 പേരില്ലാണ്ട് അച്ഛൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവില്ല. ഇത് ഈ വളർച്ച എന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു സാക്രിഫൈസ്, ആ സമയത്തുള്ള സാക്രിഫൈസ്. ആ സമയത്ത് ഫാമിലി ഫങ്ഷൻസിലൊന്നും അച്ഛൻ പങ്കെടുക്കാറില്ല. ഒട്ടുമിക്ക എല്ലാ ഫാമിലി ഫങ്ഷനിലും അച്ഛനെ റെപ്രസെന്റ് ചെയ്ത് ഞാനും അമ്മയും പോകും. ഞങ്ങൾ കൊടൈക്കനാലായിരുന്നു അത്. അച്ഛൻ വരാതെ പഴനിയിലെ ഒരു ട്രിപ്പ് ഞങ്ങളെ അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്തതാണ്. ഞാനും അമ്മയും മാത്രമേ പോകുള്ളൂ. അച്ഛൻ അന്ന് ഈ പറഞ്ഞ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ
പല സാക്രിഫൈസസ് ഈ തുടക്കക്കാലത്ത് അച്ഛൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ നമുക്കും സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് പിന്നീട് റിവാർഡ് കിട്ടുള്ളൂ. കാരണം ആ സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതിന് അടിയുറച്ച് ഡെയിലി പ്രവർത്തിക്കുക. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ആൾക്കാരെ കണ്ടിട്ട് പ്ലാൻ പറയാം, സെയിൽസിന് പോവുക, ഇത് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ പറയും. ഇതെന്നാ ചെയ്തിട്ടുണ്ട്, എന്ന സാധനം എടുത്ത് വണ്ടിയിൽ എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് ഉണ്ടോ, ആരുടെയെങ്കിലൊക്കെ പ്ലാൻ പ്രസന്റ് ചെയ്യും, ആരുടെയെങ്കിലൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യും, സെയിൽസ് ചെയ്യും. അങ്ങനെ പിന്നെ ടൂൾസ് ആണെങ്കിലും ഈ നോട്ടീസും കാര്യങ്ങളൊക്കെ അച്ഛൻ ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി 24/7 ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അത്രയും ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ അന്ന് ഇത്ര പ്രൊഡക്ട്സ് ഇല്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു PPT കാണിച്ചാൽ ആൾക്കാരെ വിശ്വസിക്കും. ഇതുപോലൊരു മീറ്റിങ്ങിൽ കൊണ്ട് ഇരുത്തിയാൽ ആൾക്കാരെ വിശ്വസിക്കും. ഇഷ്ടംപോലെ മീറ്റിംഗ് കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ എന്താ പറയുക ലീഡേഴ്സ് ഉണ്ട് ഇന്ന് കാണിക്കാൻ എക്സാമ്പിൾ ആയിട്ട്. അന്ന് അച്ഛൻ എക്സാമ്പിൾ ആവാൻ വേണ്ടി ശ്രമിച്ചു, ഇപ്പൊ എക്സാമ്പിൾ ആയി. ഈ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈപിടിച്ച് നിന്നാൽ നമ്മളും ഒന്ന് വളരും. അതുള്ള സത്യമാണ്. ഞാൻ ഇപ്പൊ MBBS കഴിഞ്ഞു. എന്റെ ഫ്രണ്ട്സും എന്റെ റിലേറ്റീവ്സ് എല്ലാവരും ചോദിക്കുന്നത് എന്താ PGക്കാണോ പോകുന്നത്, അത് പ്രാക്ടീസ് ആണോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വളരെ എനിക്ക് ലോജിക്കലായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഒരു പേഷ്യന്റിനെ അച്ഛൻ നേരത്തെ പറഞ്ഞ ഒരു പേഷ്യന്റിന് മുമ്പിൽ വന്നു പനി ചുമയായിട്ട്. എനിക്ക് ആളെ മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാം. കൂടുതൽ അത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ്, അതായത് വന്നു പനിക്കുള്ള മരുന്ന് കൊടുക്കുന്നു, ചുമയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്നു, ജലദോഷമുണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കുന്നു. ഓക്കെ, 2-3 ദിവസം കൊണ്ട് ആള് ഉഷാർ, ബാക്ക് ടു വർക്ക്, എല്ലാം ഓക്കെ. അതേ ആള് ഒരു 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പനിയായിട്ട് വരാം. ഞാൻ വീണ്ടും ഇതന്നെ എനിക്ക് കൊടുക്കാൻ പ്രോട്ടോകോൾ ഉള്ളൂ, അതേ മരുന്നുകളുള്ളൂ. ആളെ ഒരു ഹെൽത്ത് ലൈഫ് സ്റ്റൈലിലോട്ട് എത്തിക്കണമെങ്കിൽ ഈ ഇന്ത്യയിൽ വേറെ പ്രസ്ഥാനമില്ലാത്ത ആവശ്യം മാത്രമേ. ഇത് എനിക്ക് മനസ്സിലായതോ, ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ റീസെന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം RCMന്റെ ഈ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും പറയാതെ തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ഈ അനാർദാനഗോരിയുടെ അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹോസ്റ്റലില് എൻ്റെ റൂമിലുണ്ടായിരുന്നു ഒരു അനാർദാനഗോരി. എൻ്റെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞൊരു ഭയങ്കര പ്രശ്നമായിട്ട് വന്നു. ഞാൻ ഇത് പറഞ്ഞ അവനെ എടുത്ത് കൊടുത്തു. അപ്പൊ അവൻ ഓക്കെ പെട്ടെന്ന് ഉഷാറായാലും പിറ്റേ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂമിൽ വരും, കുശലൊക്കെ പറഞ്ഞ് പോകും. ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ റൂം മാറും, ഞങ്ങൾ വേറെ ഹോസ്റ്റലിൽ വേറെ റൂമിലോട്ട് പോവാം. ഞങ്ങൾ അങ്ങനെ ഒരു റൂമിൽ നിന്ന് മാറും. ഈ ഷെൽഫൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ അനാർദാനഗോരിയുടെ പെട്ടി കാര്യമാണ്. ഇത് കാര്യമായി കിടക്കുക. എനിക്ക് മനസ്സിലായി ആരാണ് കടം. ഞാനോട് ചോദിച്ചു എന്താ, ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. ഞാൻ അവരോടൊരു ആദ്യത്തെ വട്ടം ഒന്ന് കഴിച്ചു നോക്കാനേ പറഞ്ഞില്ല. പിന്നെ അവൻ മനസ്സിലായി ഇത് സംഭവം വർക്ക് ചെയ്യുന്ന സാധനം. അപ്പൊ ഇതാണ് ഓരോ ആശയങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ഈ പേസ്റ്റ്, റെഡ് പേസ്റ്റ്, ഇത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരിനുള്ള, ഞാൻ ഇത് വെച്ച് പല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പേസ്റ്റ് ആണ് അത് കിട്ടിയിട്ടില്ല. എന്താ എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ള പേസ്റ്റാണ് ആവശ്യം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞാണ് ഈ പേസ്റ്റ് ഉപയോഗിച്ചപ്പോഴാണ് എൻ്റെ പല്ലിലെ കറയൊക്കെ പോയത്. ഇനി വരുമ്പോൾ 2 പേസ്റ്റ് കൊണ്ടുവരും. ഞാൻ എല്ലാ മാസം വീട്ടിൽ പോകുമ്പോൾ 4 പേസ്റ്റ് ആയിട്ട് വന്നത്. അവര് 5 പേസ്റ്റ് കൊടുക്കും. അപ്പൊ ഇതുപോലെയാണ് ഓരോ പ്രോഡക്റ്റ്. ഞാൻ ഒന്നും പറയാതെ തന്നെ അതിന്റെ ക്വാളിറ്റി കണ്ട് ആൾക്കാർ ചോദിച്ച് അറിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. ഞാൻ അച്ഛനും പറഞ്ഞ പോലെ ഞങ്ങൾ ഇതുവരെ ഒരു മെഡിസിൻസ് ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഏറ്റവും കുറഞ്ഞ ചെലവിന് കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ പ്രസ്ഥാനമാണ്.